ഏതെങ്കിലും ഒരു കൊള്ളാവുന്ന AI പ്ലാറ്റ്ഫോമിനോട് പോയിട്ട് ചാറ്റ് GPT ഒക്കെ പോലുള്ള പ്ലാറ്റ്ഫോമുകളോട് പോയിട്ട് ഒന്ന് ചോദിക്കാം. നിലവിലെ 2 സൂപ്പർ പവർ രാജ്യങ്ങൾ, അതായത് അമേരിക്കയും റഷ്യയും 2 വ്യത്യസ്ത യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഭാവിയിലെ 2 സൂപ്പർ പവർ രാജ്യങ്ങൾ ഇതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുകയും നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും സൈനിക നീക്കങ്ങളും വിശകലനം ചെയ്യുകയും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുകയാണ്. ഏതൊക്കെയാണ് ആ ഭാവിയിലെ 2 സൂപ്പർ പവർ രാജ്യങ്ങൾ എന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഒന്നാമത്തേത് ചൈനയെന്നും രണ്ടാമത്തേത് ഇന്ത്യയെന്നുമായിരിക്കും. ഗൂഗിളിന്റെ AI പ്ലാറ്റ്ഫോമിനോടും ചാറ്റ് GPTയോടും ഗ്രോക്ക് എന്ന് പറയുന്ന ഇലോൺ മസ്കിന്റെ AI പ്ലാറ്റ്ഫോമിനോടും സെയിം ചോദ്യം ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരങ്ങൾ ഇത് തന്നെയാണ്. ഇന്ത്യ, ചൈന. ഈ 2 ഉത്തരങ്ങളാണ് നമുക്ക് അവിടെ കിട്ടിയത്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് കഴിയുമെങ്കിൽ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താം. എന്തുകൊണ്ട് ഇന്ത്യയും ചൈനയും? എന്തുകൊണ്ട് റഷ്യയുടെയും യുക്രൈന്റെയും യുദ്ധവും അമേരിക്കയുടെയും ഇറാന്റെയും യുദ്ധവും ചൈനയും ഇന്ത്യയും വളരെ വിശദമായി പഠിക്കുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തുടർന്നുള്ള ഈ രാജ്യങ്ങളുടെ വളർച്ചയിൽ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോ. ശരിക്കും ലോകത്ത് നിലവിലെ 2 സൂപ്പർ പവർ രാജ്യങ്ങളാണ് അമേരിക്കയും റഷ്യയും. 2 രീതിയിലാണ്. റഷ്യയേക്കാൾ എക്കണോമിക്കലി വളരെ പവർഫുൾ ആണ് US. റഷ്യയുടെ GDP എനിക്ക് തോന്നുന്നു 2.5 ട്രില്യൺ US എങ്ങാണ്ടേ ഉള്ളൂ, അതിനകത്തേ ഉള്ളൂ. അമേരിക്കയുടേത് ഏതാണ്ട് 30 ട്രില്യൺ ആണ്. അപ്പോൾ റഷ്യയും US തമ്മിലുള്ള ആ ഒരു GDPയിലുള്ള അന്തരം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ സൈനിക ശക്തിയുടെ കാര്യമെടുത്താൽ റഷ്യയും അമേരിക്കയും തമ്മിൽ അങ്ങനെ വലിയ അന്തരമൊന്നുമില്ല. ഇനി രാജ്യങ്ങളാണെങ്കിലും വലിപ്പത്തിൽ വലിയ രാജ്യമാണ്. റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യവും അമേരിക്ക റഷ്യയുടെ ഇരട്ടിയോളം ജനസംഖ്യ ഉള്ള രാജ്യവുമാണ്. നിലവിലെ ഒന്നാമത്തെ സൂപ്പർ പവർ എന്ന് അമേരിക്കയും രണ്ടാമത്തെ സൂപ്പർ പവർ എന്ന് നമുക്ക് റഷ്യയും വിളിക്കാം. ഭാവിയിൽ തീർച്ചയായിട്ടും പുതിയ 2 സൂപ്പർ പവർ രാജ്യങ്ങൾ വരും. ഈ 2 രാജ്യങ്ങൾ, അതായത് ഇന്ത്യയും ചൈനയും, മാൻ പവർ കൊണ്ടും മസിൽ പവർ കൊണ്ടും ടെക്നോളജി കൊണ്ടും നിലവിലെ ശക്തികളെല്ലാം പല മടങ്ങ് മറികടക്കുകയും ചെയ്യും. ഇത് ലോകത്ത് ഇതിനു മുൻപുള്ള ഈ ഒരു ചരിത്രത്തിൽ സംഭവിച്ച ഓരോ ഇൻസിഡൻസും നമ്മൾ പരിശോധിച്ചാലും ഈ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ കഴിയും. 2ാം ലോക മഹായുദ്ധവും 1ാം ലോക മഹായുദ്ധവും ഒക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ സൂപ്പർ പവർ ആയിരുന്ന ബ്രിട്ടന്റെ പതനവും അമേരിക്കയുടെ ഉദയവും, ജർമ്മനിയുടെ പതനം, അതുപോലെ സോവിയറ്റ് യൂണിയന്റെ ഉദയം ഒക്കെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് കാണാം. വലിയ ശക്തി യുദ്ധം ചെയ്യുമ്പോൾ ഉയർന്നു വരുന്ന രാജ്യങ്ങൾ ആ യുദ്ധത്തെ ലൈവായിട്ട് കണ്ടിട്ട് ശരിക്കും ആ യുദ്ധത്തെ ലൈവായിട്ട് തന്നെ വിശകലനം ചെയ്ത് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാറുണ്ട്. ചൈന പൊതുവെ യുദ്ധങ്ങൾ ഒന്നും ചെയ്യാത്തൊരു രാജ്യമാണ്. പലപ്പോഴും മറ്റു യുദ്ധങ്ങളെ മനസ്സിലാക്കാനാണ് ശ്രമിക്കാറ്. എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ യുദ്ധങ്ങളിൽ നേരിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു രാജ്യമാണ്. പക്ഷെ എന്നാൽ സമീപകാലത്തായിട്ട് വലിയ യുദ്ധങ്ങൾക്ക് ഇന്ത്യ മുതിരാതെ മറ്റു യുദ്ധങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ശ്രമിക്കാറുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധങ്ങളിൽ നിന്ന് ഇന്ത്യ ഉൾക്കൊണ്ട പാഠങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമുക്ക് വളരെയധികം ഗുണം ചെയ്തത്. പാകിസ്ഥാനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിച്ചത് അങ്ങനെയാണ്. കാരണം യുക്രൈൻ റഷ്യ യുദ്ധത്തിലാണ് മോഡേൺ ആയുധങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും അധികം ഡ്രോണുകളും മോസ്റ്റ് മോഡേൺ ടെക്നോളജികളും ഒക്കെ യൂസ് ചെയ്യുന്നത് ശരിക്കും യുക്രൈൻ യുദ്ധത്തിലാണ്. അവിടെ നിസ്സാരമായിട്ട് ഡ്രോണുകളെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് മില്യൺ കണക്കിന് ഡോളർ വില വരുന്ന റഷ്യൻ ടാങ്കുകളും കവചിത വാഹനങ്ങളും ഒക്കെ യുക്രൈൻ തകർക്കുന്നത് എന്ന് ലോകം കണ്ടു, ഇന്ത്യയും കണ്ടു. ഇന്ത്യ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നിലവിലെ പ്രതിരോധ സംവിധാനത്തെ പരിഷ്കരിച്ചതിന്റെ ഫലമായിട്ടാണ് ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് നമുക്കൊരു പ്രതിരോധ കവചം തീർക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പൊ നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഈ അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്കും ഒരുപക്ഷെ ചൈനയ്ക്കും ഒക്കെ പഠിക്കാൻ കാണും. കാരണം അമേരിക്ക ഇപ്പോൾ പെട്ടുപോയ ഒരു അവസ്ഥയിലാണ്. നാളെ പാക് അധീന കാശ്മീർ സൈനികമായി പിടിച്ചെടുക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ സമയത്തും, തായ്വാനെ പിടിച്ചെടുക്കാൻ ചൈന ശ്രമിച്ചാൽ ആ സമയത്തുമൊക്കെ ഈ യുദ്ധങ്ങൾ 2 രാജ്യങ്ങൾക്കും ഗുണം ചെയ്യും. എന്ന് മാത്രമല്ല, യുദ്ധങ്ങൾ വേണോ അല്ലെങ്കിൽ പരമ്പരാഗത യുദ്ധങ്ങൾ ഇനിയുള്ള കാലത്ത് ഗുണം ചെയ്യുമോ എന്ന് പോലും ചിന്തിക്കാൻ നിലവിലെ ഈ യുദ്ധങ്ങൾ സഹായിക്കും. നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും സൈനിക നീക്കങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് അമേരിക്കയുടെയും റഷ്യയുടെയും യുദ്ധതന്ത്രങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന 2 സൂപ്പർ പവർ രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഭാവിയിലെ സൂപ്പർ പവർ രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. ചൈന പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്, റഷ്യയുടെ മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങളെ കുറിച്ചാണ്. ഭാവിയിൽ തായ്വാൻ വിഷയത്തിലോ മറ്റോ സമാനമായ സാഹചര്യം വന്നാൽ സ്വന്തം സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ സംരക്ഷിക്കാമെന്നാണ്
ചൈന ആലോചിക്കുന്നത്. ഇതിനു പുറമെ ഇന്ത്യയും ചൈനയും ഒരുപോലെ ആലോചിക്കുന്ന ഒരു കാര്യം, വലിയ ടാങ്കുകളെക്കാളും കപ്പലുകളെക്കാളും കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഡ്രോണുകൾക്കും മിസൈലുകൾക്കും യുദ്ധഗതി മാറ്റാൻ കഴിയുമെന്നും അതിനായിട്ട് കൂടുതൽ തയ്യാറെടുപ്പുകൾ വേണമെന്നുള്ളതാണ്. കാരണം വളരെ നിസ്സാരമായിട്ടാണ് അമേരിക്കയുടെ ബില്യൺ കണക്കിന് ഡോളറിന്റെ മുതലുകൾ ചെറിയ ഈ പറയുന്ന ഡ്രോണുകളെയും മിസൈലുകളെ ഉപയോഗിച്ച് ഇറാൻ അടക്കം തകർത്തുകൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താനായിരിക്കും ഈ യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ചൈനയും ഇന്ത്യയും ശ്രമിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാകാൻ കുതിക്കുന്ന ഇന്ത്യ ഈ യുദ്ധങ്ങളെ തന്റെ പ്രതിരോധ നയങ്ങൾ പരിഷ്കരിക്കാനുള്ള അവസരമായി കാണും. യുദ്ധസമയത്ത് വിദേശ രാജ്യങ്ങളെ ആയുധങ്ങൾക്കായിട്ട് അമിതമായി ആശ്രയിക്കുന്നത് അപകടമാണ് എന്ന് യുക്രൈൻ റഷ്യ യുദ്ധം ഇന്ത്യയെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിലൂടെ ആയുധങ്ങൾ കൂടുതൽ വേഗത്തിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകളുമായി ഇന്ത്യ മുന്നോട്ട് പോയത്. അത് വിജയം കാണുകയുമാണ്. സൂപ്പർ പവറുകൾ തമ്മിലുള്ള തർക്കത്തിൽ ഏതെങ്കിലും ഒരു പക്ഷം ചേരാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്ത്യ ശ്രമിക്കാറുണ്ട്. ഇത് ചൈനയും ഒരു പരിധിവരെ ശ്രമിക്കുന്ന കാര്യമാണ്. ഈ അടുത്ത കാലത്തായിട്ടാണ് ചൈന സ്വയം ഒരു പുതിയ സൂപ്പർ പവർ ആകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രൊജക്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിന്റെ PR ക്യാമ്പയിനുകൾ നടക്കുമ്പോഴും അനാവശ്യമായിട്ട് ഇടപെട്ട് പണി വാങ്ങാതിരിക്കാൻ ഇപ്പോൾ ചൈനയും ശ്രമിക്കാറുണ്ട്. കാരണം ചൈനയും മനസ്സിലാക്കുന്നുണ്ട്, സ്വയം ഒരു സൂപ്പർ പവർ ആണെന്ന് പറയാവുന്ന ലെവലിലേക്ക് ചൈന വളർന്നിട്ടില്ല. ചൈനീസ് എക്കണോമി അമേരിക്കയെയും യൂറോപ്പിനെയും വളരെയധികം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു എക്കണോമിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി അവരെ പിണക്കാൻ പറ്റില്ല. എന്നാൽ ചൈനീസ് എക്കണോമിയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ എക്കണോമി അത്രത്തോളം അമേരിക്കൻ യൂറോപ്യൻ എക്കണോമിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതല്ല. ആ വ്യത്യാസം കൂടിയുണ്ട്. നിലവിലെ ലോകത്തെ പ്രധാനപ്പെട്ട സൈനികമായിട്ടും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും പ്രധാനപ്പെട്ട 4 രാജ്യങ്ങൾ എടുത്താൽ അതിൽ അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ ഈ 4 രാജ്യങ്ങൾ വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് സൈനിക ശക്തിയുടെ കാര്യത്തിൽ. അപ്പൊ ഈ 4 രാജ്യങ്ങളിൽ 2 രാജ്യങ്ങളാണ് ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് യുദ്ധത്തിൽ നിൽക്കുന്നത്, അമേരിക്കയും റഷ്യയും. അപ്പൊ ഈ യുദ്ധത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് യുദ്ധം ചെയ്യാതെ തന്നെ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ പരിഷ്കരിച്ച് കൂടുതൽ മികവുറ്റതാക്കി മാറ്റാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യക്കും ചൈനയ്ക്കും കിട്ടിയിരിക്കുന്നത്. ഇത് ഭാവിയിൽ വലിയ ശക്തികളാകാൻ കൊതിക്കുന്ന ഈ 2 രാജ്യങ്ങളെയും വളരെയധികം സഹായിക്കുകയും ചെയ്യും. മാത്രമല്ല പരസ്പര യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യും. ഇതും വളരെ പ്രധാനമാണ്. താരതമ്യേന വളരെ സൈനിക ശക്തിയിൽ പിന്നോട്ട് നിൽക്കുന്ന യുക്രൈനും ഇറാനും സൂപ്പർ പവേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുമ്പോൾ പോലും കീഴടങ്ങി കൊടുക്കാതെ പിടിച്ചു നിൽക്കുന്നു എന്നത് 2 വലിയ ശക്തികൾ തമ്മിലുള്ള യുദ്ധം എത്രത്തോളം അപകടം വരുത്തി വെക്കുമെന്ന് ചൈനയെയും തീർച്ചയായും ഇന്ത്യയും ചിന്തിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അയൽക്കാർ കൂടിയായിട്ടുള്ള ഇന്ത്യയും ചൈനയും ഭാവിയിലെങ്കിലും ഇത്തരം യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കരുതലോടെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക എളുപ്പമല്ല എന്നും ഇന്ത്യക്കും ചൈനയ്ക്കും അറിയാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ചൈനയുടെ ഭാഗത്ത് നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സിഗ്നൽസ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ചൈനയുടെ പല വിദേശകാര്യ വിദഗ്ധരടക്കം ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന പല സംവാദങ്ങളിലും അതുപോലെ തന്നെ പല സെമിനാറുകളിലും ഒക്കെ പങ്കെടുക്കാറുണ്ട്. അവരൊക്കെ തന്നെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഇന്ത്യ ചൈന റിലേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ചൈനയും ഈ യുദ്ധത്തിൽ നിന്ന്, ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളിൽ നിന്നും നിരവധി പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര എളുപ്പമായിരിക്കില്ല ഇന്ത്യയുമായിട്ടൊക്കെയുള്ള ഏറ്റുമുട്ടലെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ചൈന റിലേഷൻ ഒരു പക്ഷേ അടുത്തൊരു 10-25 വർഷത്തേക്കെങ്കിലും ടെക്നോളജി പരമായിട്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു മഹാത്ഭുതം സംഭവിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും അടുത്ത കുറച്ച് പതിറ്റാണ്ടുകൾ വളരെ ശാന്തമായി പോകാനുള്ള സാധ്യതയുണ്ട്. 2 രാജ്യങ്ങളും അവരുടെ എക്കണോമിക് ഗ്രോത്തിൽ ഫോക്കസ് ചെയ്ത് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ഈ യുദ്ധങ്ങളിൽ നിന്ന് ഈ 2 രാജ്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.